സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നാടിന്റെ നട്ടെലാണ്. നട്ടെൽ എന്നതിലുപരി സാധാരണക്കാരന്റെ പ്രതീക്ഷയും കരുതലുമാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതിനാൽ പലതവണ ക്ഷേമ പെൻഷൻ മുടങ്ങിയ വാർത്തകളും പലപ്പോഴും പത്രങ്ങളിലും വാർത്തകളിലുമായി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന് ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള വിവിധ ക്ഷേമ പെൻഷനുകൾ കൈത്താങ്ങായി മാറുന്നത്. ഇപ്പോഴിതാ ക്ഷേമ പെൻഷനുകൾ അനധികൃതമായി പലരും കൈപ്പറ്റുമെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്നും കിട്ടുന്ന പിന്തുണയും വഴിവിട്ട സഹായങ്ങളും പല ക്രമക്കേടുകൾക്കും ഊർജ്ജമായി മാറുന്നു. ഇപ്പോഴിതാ ഈയൊരു ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുകയാണ് ധനവകുപ്പ്. കോട്ടക്കൽ നഗരസഭയിലെ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിനാണ് ധനമന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശം നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന തുടർ നടപടികൾ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യുവാനും ധനവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. പെൻഷൻ അർഹത സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ, വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ, പെൻഷൻ അനുവദിച്ചു നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നടപടി സ്വീകരിക്കാൻ ഭരണവകുപ്പുകൾക്കാണ് നിർദ്ദേശം നൽകിയത്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണ പുരോഗതി ഓരോ മാസവും വിലയിരുത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കോട്ടക്കൽ നഗരസഭയിലെ 7ാം വാർഡിലെ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് മലപ്പുറം ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയാണ് വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ അന്വേഷണം. കഴിഞ്ഞ ദിവസം 1488 സർക്കാർ ജീവനക്കാരാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റുമെന്ന കണ്ടെത്തൽ പുറം ലോകം അറിഞ്ഞത്. ഗസറ്റ് ഉദ്യോഗസ്ഥർ, കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ഉൾപ്പെടെയുള്ള സർവീസിലുള്ള ഉയർന്ന റാങ്കുള്ളവർ പെൻഷൻ വാങ്ങുന്നുവെന്നാണ് കണ്ടെത്തിയത്. പട്ടികയിൽ ഹയർ സെക്കൻഡറി അധ്യാപകർ അടക്കമുള്ളവരുണ്ട്. കൈപ്പറ്റിയ പെൻഷൻ തുക പലിശയടക്കം തിരിച്ചുപിടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ധനവകുപ്പ്. കർശന അച്ചടക്ക നടപടി ധനവകുപ്പ് എടുക്കുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു. എന്നാൽ പെൻഷൻ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടില്ല എന്നും പട്ടികയിൽ കൈപ്പറ്റിയ അനർഹരെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു എന്നുമാണ് ധനകാര്യ വകുപ്പ് പ്രതികരിച്ചത്. ആരോഗ്യ വകുപ്പിലാണ് കൂടുതൽ പെൻഷൻ വാങ്ങുന്ന ജീവനക്കാർ. പെൻഷൻ പട്ടിക കൈകാര്യം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറിലെയും സർക്കാർ ജീവനക്കാരുടെയും ശമ്പള വിതരണ സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ താരതമ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയത്.